ഒപ്പം തന്നെ സാറ് ആ വൈദിക ചിന്തയിലേക്ക് കടന്നു വരികയും ഒരു 3ഓളം യാഗങ്ങൾ നടത്തുകയും ചെയ്തു. 7 യാഗങ്ങൾ. ആ 7 യാഗങ്ങൾ നടത്തുകയും അത് വരും തലമുറയ്ക്കുള്ള ക്ഷേമത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്നും അങ്ങ് കൈവശമാക്കിയ അല്ലെങ്കിൽ കരസ്ഥമാക്കിയിട്ടുള്ള എന്ത് മെസ്സേജാണ് പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ഉപകരിച്ചത്? അവിടെ ഞാൻ നോക്കുന്നത് വെച്ചാൽ ഈ കർമ്മരംഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാര്യം നമ്മൾ പിന്നെ വൈദികമായ കാര്യങ്ങളിലെ കുറച്ച് നോളജൊക്കെ നമ്മൾ അവിടെ നിന്ന് അക്വയർ ചെയ്തുകൊണ്ടെങ്കിലും ഈ നമ്മളിപ്പോൾ 5 കൊല്ലം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകണം. പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു A4 ക്ലാസ്സിൽ എഴുതിത്തരും യു ആർ എ ഡോക്ടർ ആർ യു ആർ എൻ എഞ്ചിനീയർ. നമ്മുടെ രേഖ അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ 5 കൊല്ലം പഠിച്ചു എന്നുള്ള രേഖ അതിനുള്ളിലില്ല. നിങ്ങൾ ഡോക്ടർ ആണെന്നുള്ള രേഖയുണ്ട്. എന്നതുപോലെ നമ്മൾ ഈ കർമ്മ മേഖലയിലോട്ട് നമ്മൾ ആ എനർജിയെ നമ്മൾ എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതായ കർമ്മ മേഖലയിലോട്ട് ഞാൻ നോക്കുമ്പോൾ ഈ കർമ്മം ചെയ്യുന്നതായ വ്യക്തികൾക്ക് നല്ലൊരു ശതമാനം അതിൻ്റെ ലാഭേച്ഛ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ലാഭേച്ഛ മാത്രം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ലാഭം കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു ലാഭം എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയിട്ട് അത് ഇനി തുറന്നാൽ മതി എന്ന് എനിക്ക് തോന്നി. കർമ്മം ചെയ്യുന്നതായി ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകണം. പൂജ ചെയ്യുന്നവനാണോ അതിൻ്റെ ഫലം കിട്ടുന്നത്, അതോ പൂജ ചെയ്യാൻ പറഞ്ഞവനാണോ ഫലം കിട്ടുന്നത്, അതോ ക്ഷേത്ര ഉടമസ്ഥനാണോ ഫലം കിട്ടുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുട്ടികൾ ചോദിക്കും ഇനി അതൊക്കെ. തീർച്ചയായും നമുക്ക് ദേവനെ പൂജിക്കാനായിട്ട് നമുക്ക് സംസ്കൃതത്തിൻ്റെ ആവശ്യമില്ല, മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് വർത്താനം പറഞ്ഞാൽ മതിയല്ലോ, ദേവനെ പൂജിക്കാവുന്നതേ ഉള്ളൂ. എന്തിനാണ് ഒരു കർമ്മി അവിടെ? അതെ, ഒരു ബ്രാഹ്മണൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് ബ്രാഹ്മണൻ്റെ ഉപയോഗം എന്താണ്? ബ്രാഹ്മണൻ എന്നുള്ളത് ജാതിയാണോ? ആണോ? ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയതായ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതായ, ഞാൻ ഒരുപാട് ബ്രാഹ്മിൻസുമായിട്ട് എനിക്ക് അടുത്ത് പരിചയമുള്ളവരാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം തന്നെ ബ്രാഹ്മണ സമുദായം നല്ലൊരു ശതമാനം നുണ പറയുന്നവരാണ്. ഈ നുണ പിന്നീട് സത്യമാക്കി ഫലിതത്തോടുകൂടെ കഥകളാക്കി മാറ്റിവരും. അതുകൊണ്ട് ബ്രാഹ്മണ പ്രിയമായ ഒരുപാട് ഫലിതങ്ങളുണ്ട്. ഈ ഫലിതങ്ങൾ മുഴുവനും നുണയിലൂടെ ഉൾപ്പെടുത്താമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നുണ പറയാൻ മടിയില്ലാത്തവരായി. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കായി. യഥാർത്ഥ വിശ്വാസങ്ങൾ നമസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു. ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതിയിൽ നിന്നൊരു മാറ്റം വരണത് എങ്ങനെയായിരിക്കണം എന്ന് കണക്കാക്കിക്കൊണ്ടുള്ളതായ ഒരു മാറ്റം ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തു പറയാറായിട്ടില്ല. ഞാൻ അതിൻ്റെ മറ്റൊരു ശാസ്ത്രീയ ഗതി കൈകരിക്കുന്ന തരത്തിലൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത് എൻ്റെ ജീവിതത്തിൽ നടത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അതിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനത്. തീർച്ചയായിട്ടും ആ ഒരു പുരോഗതിയിലേക്ക് വരട്ടെ. അപ്പോൾ സാറ് ഇപ്പോൾ നിലവിൽ ആ വൈദിക യാഗയജ്ഞാദികളിലൂടെ കടന്നു വന്ന് അതിൽ നിന്നൊരു തിരിച്ചറിവും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നടത്തുന്ന, അതായത് സഞ്ജീവനി ലൈഫ് കെയർ ഗ്രാമം, അതായത് വില്ലേജ്, അത് അവിടെ തന്നെ അതിലൊരു ഇപ്പോൾ അങ്ങ് കരസ്ഥമാക്കിയിട്ടുള്ള അറിവുകളുടെ ഒരു ആകത്തുകയുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും ജീവനും ജീവിതത്തിനും സുരക്ഷയും സംരക്ഷണവും കൊടുക്കുക. അതായത് സംരക്ഷിക്കപ്പെടുന്നത് ഈശ്വരൻ്റെ എനർജിയാണ്. അതെ, മനസ്സിലായില്ലേ? ആ എനർജി നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും ഞങ്ങളുടെ അതിനുള്ള ഒരു ബോഡി എർത്തിങ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എനർജി യാത്ര ചെയ്യണത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു പൂജ്യമുണ്ട്, എർത്തിങ് ഉണ്ട്. ഈ എർത്തിങ് ഇപ്പോൾ 2 പിൻ പ്ലഗ് ഉപയോഗിച്ചാലും 3 പിൻ പ്ലഗ് ഉപയോഗിച്ചാലും എക്യുപ്മെൻറ്റ് പ്രവർത്തിക്കും. 3 പിൻ ആണെന്നുണ്ടെങ്കിൽ അത് സേഫായി 0 മെയിൻറ്റെയിൻ ചെയ്യും. ഈ 0 മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ എനർജി പ്രവഹിക്കുന്ന രീതിക്ക് ടോളറൻസ് ഉണ്ടാവും, അടിച്ചു പോകും ചിലപ്പോൾ. 0 എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. 0യിൽ നിന്ന് മൈനസ്, 0യിൽ നിന്ന് പ്ലസ്. ഇപ്പോൾ 0 മെയിൻറ്റെയിൻ ചെയ്യാത്തതായ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യം ഇപ്പോൾ ആ എർത്തിങ് ഇല്ല. ആ എർത്തിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറ്റുന്നു? രോഗാണുക്കൾ മൂലമല്ലാത്ത രോഗങ്ങളുണ്ടാവണം. രോഗാണുക്കൾ മൂലമല്ലാത്ത രോഗങ്ങൾക്ക് നമ്മൾക്ക് സംരക്ഷണമാണ് ആവശ്യം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം രോഗാവസ്ഥയിലുള്ളതായ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, പല മേഖലയിലെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യണം. ആത്മഹത്യാ പ്രവണത യുവതലമുറകളിൽ പോലും കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആത്മഹത്യ ഒരു മനുഷ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തലച്ചോറിൽ സെറാട്ടോണിൻ എന്ന് പറഞ്ഞതായ ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടണം. നിരന്തരം കൂടിക്കൊണ്ടിരുന്നാൽ അവൻ വെടി വെക്കണമെന്ന് സ്പോട്ടിൽ തീരുമാനം എടുത്തു. വെടി വെച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ പട്ടാളക്കാർക്ക് ഈ യുദ്ധം വരുമ്പോൾ ഈ സെറാട്ടോണിൻ ഇഞ്ചക്ഷൻ കൊടുക്കും. എന്താ കാരണത്തിന്? അല്ലെങ്കിൽ അവന് എതിരാളി വെടിവെക്കാൻ പറ്റില്ല. അവന് ശത്രുവിനെ വെടിവെക്കാൻ അവിടെ ദയവ് കാണിക്കാൻ പാടില്ല. അവനെ സെറാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടുള്ളതായ ഇഞ്ചക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, വേറെ സാധനങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അന്യം വരുമ്പോൾ വെടിവെക്കാൻ തോന്നണ്ടവന് ഈ പ്രേരണ ഉണ്ടാക്കുക.
അപ്പോൾ ഇതുണ്ടാവുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. നമ്മുടെ ജീവിതശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളതായ ഒരു ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ രാവിലെ അമ്പലത്തിൽ പോകുന്നു, മകൻ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഒരു ചായ എടുക്കാൻ ആളില്ല, അമ്മ അമ്പലത്തിൽ പോയിരിക്കണം. അമ്മ അമ്പലത്തിൽ പോയിക്കൊണ്ട് ഇവൻ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇവൻ പക്ഷേ ഡെയിലി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവന് ചായ കൊടുക്കാൻ ആളില്ല. അപ്പോൾ അമ്പലത്തിലെ പൂജാരി പറഞ്ഞു വെളുപ്പിന് നിർമാല്യം തോഴണം. വെളുപ്പിന് നിർമാല്യം തോഴണതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മകൻ്റെ കാര്യം കൂടെ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം കുടുംബകാര്യം നോക്കിയതിന് ശേഷം വേണം. അതുകൊണ്ട് ഇപ്പം എന്ത് പറ്റി, എല്ലാ ക്ഷേത്ര കാര്യങ്ങളും എല്ലാ ഈ വിശ്വാസപരമായ കാര്യങ്ങളും എവിടെ ചെന്നാലും ജാതി മത ഭേദമന്യേ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല പണി, രണ്ടാമത് ഊണുണ്ടാക്കല പണി. സംഘാടകരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണെന്നതല്ല, സംഘാടകരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ എന്ത് വരുന്നു, സ്വന്തം വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നില്ല. ഇല്ല, സ്വന്തം വീട്ടിൽ ആഹാരം ഉണ്ടാക്കാണ്ട് വരുമ്പോൾ പോകുന്ന വ്യക്തിയുടെ ധർമ്മം മറക്കാണ്. ഈ ധർമ്മം മറന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ മകനും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് ഈ പോകുന്ന വ്യക്തിയുമായിട്ട് അകൽച്ച ഉണ്ടാവും. ഈ അകൽച്ച ഉണ്ടാകുമ്പോൾ അതുമൂലം രണ്ടു കൂട്ടർക്കും സ്ട്രെസ് ഉണ്ടാവും. ആത്മീയത എന്താണോ ഉദ്ഘോഷിക്കുന്നത് അത് നഷ്ടപ്പെടുക. ആത്മീയത ഇല്ല അവിടെ. ആത്മീയതയെ കച്ചവടവൽക്കരിക്കപ്പെട്ടത് കൊണ്ട് എന്തുപറ്റി, കുടുംബജീവിതം സമാധാനത്തിൽ കുറവിലേക്ക് എത്തി, സമാധാനമില്ലാതായി. കുടുംബജീവിതത്തിൻ്റെ സമാധാനം നിലനിർത്താതെ എന്ത് ആത്മീയത? തീർച്ചയായിട്ടും. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ ജീവിതത്തെ അറിയലും അതിനെ അനുഭവിക്കലുമാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ആത്മീയതയുള്ളൂ. നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും ഏത് പരിപാടിക്ക് വേണ്ടി പോയാലും നിൻ്റെ ഏറ്റവും വലിയ ധർമ്മം നിൻ്റെ സംരക്ഷണം, നിൻ്റെ കുടുംബാംഗങ്ങളുടെ, നിൻ്റെ പിന്നോക്കങ്ങളുള്ളതായ പിൻഗാമികളുടെ സംരക്ഷണം നിൻ്റെ ഉത്തരവാദിത്തമാണ്. ധർമ്മത്തിൽ നിന്ന് നീ വ്യതിചലിക്കാൻ പാടില്ല. വേദം പറയുന്നു അത് തന്നെയാണ്. സംരക്ഷണം. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ഞാനാണ്, നിനക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് വേണം, അതിലൊരു മന്ത്രം തന്നെ ഉണ്ട്. അതായത് തന്തും തന്നൻ രജസോ ഭാനുമന്നേഹി ജ്യോതിഷ്മതപഥോ രക്ഷതിയാകൃതാൻ അനുലംബണം വയത ജോഗുവാമപോ മനുർഭവ ജനയാം ദൈവം ജനാം. അതായത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള അറിവുകൾ മുഴുവനും നീ സമ്പാദിച്ചിട്ട് അതിന് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. എങ്ങനെ? സ്വബുദ്ധി ഉപയോഗിച്ച്. മനുർഭവ ജനയാ ദൈവം ജനാം. നീ കാലങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്തി അടുത്ത തലമുറ സ്വീകരിക്കുന്ന തലത്തിലേക്ക് നീ ആക്കി പകർന്നു കൊടുക്കണം. നമ്മൾ 1000 വർഷം മുൻപ് മെതിയടി ഉപയോഗിച്ചിരുന്നത്, ഇന്ന് അത് വേണ്ട. ഇന്ന് ഇഷ്ടം പോലെ ചപ്പൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇന്ന് നീ അത് ഉപയോഗിച്ചാൽ മതി. പണ്ട് കാലത്ത് വസ്ത്രങ്ങളില്ലായിരുന്നു, ഇലകൾ കൊണ്ട് മറച്ചിരുന്നു. ഇന്ന് ഇഷ്ടം പോലെ വസ്ത്രമുണ്ട്. ഞാൻ പണ്ടത്തെ പോലെ ജീവിതം നയിക്കോളൂ എന്ന് വെച്ചാൽ ഞാൻ വട്ടെന്ന് പറയാനുള്ളിൽ, അല്ലെന്ന് പറയാനുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പ്രാചീനതയെ കാലത്തിനനുസരിച്ച് സ്വബുദ്ധി കൊണ്ട് പരിഷ്കരിക്കണമെന്ന് ഋഗ്വേദം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്റെ ഡ്യൂട്ടിയാണത്. നിന്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് നിനക്കിഷ്ടമുള്ളത്, അതായത് ബ്രാഹ്മണന് ഇഷ്ടമുള്ളത് മാത്രമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അവൻ പണിയെടുക്കാണ്ട് ജീവിക്കുന്നു. ബ്രാഹ്മണ സമുദായത്തിൻ്റെ തകർച്ചയുടെ എന്താ കാരണം? അവർ അധ്വാനിക്കുന്നില്ല. അധ്വാനിക്കുന്നവൻ അവൻ കൊണ്ട് ഭക്ഷണം പ്രസാദമായിട്ട് കൊണ്ടു കൊടുക്കാണ് അവിടെ. അവന് വേണ്ടി എല്ലാവരും പണിയെടുക്കും. ആ ഒരു കച്ചവടത്തിൽ നിന്നുള്ള മാറണം. അത് മാറിയില്ല എങ്കിൽ യഥാർത്ഥ ബ്രാഹ്മണ്യം നശിച്ചു കഴിഞ്ഞു. ഇനി അതിൽ നിലനിൽക്കാനൊന്നുമില്ല. അമ്പലത്തിൽ നിന്ന് പോലെ കളിക്കാൻ തുടങ്ങി. അത് ഒരമ്പലം പിടിച്ചോളുന്നുണ്ടെങ്കിൽ എല്ലാ അമ്പലത്തിലും തന്നെയാണ്. ഒരമ്പലത്തിലും വലിയ പ്രത്യേകതയൊന്നുമില്ല. അതായത് അവിടെ ഇരിക്കുന്നതായ വ്യക്തിക്കും അവിടെ ജീവിക്കുന്നതായ വ്യക്തിക്കും പ്രവർത്തിക്കുന്നതായ വ്യക്തിക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ തിരിച്ചറിഞ്ഞു. പിടിക്കുന്നത് വരെ എല്ലാവരും നല്ലത്, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കള്ളന്മാർ. ഇതിൻ്റെ ഉള്ളിൽ നല്ലവരും പിടിക്കപ്പെടും. അതാണ് ഈ സമൂഹത്തിന്റെ വ്യത്യാസം. കാരണം കള്ളനാണയത്തിന്റെ കുഴപ്പമാണ്. അതന്നെയാണ് സംശയം തരും. എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു 50-100 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദേവാലയങ്ങളൊക്കെ വല്ല ക്ലബ്ബുകളായിട്ട് മാറ്റും. വിശ്വാസം നഷ്ടപ്പെട്ട സമൂഹം നിലനിൽക്കുമ്പോൾ എന്ത് പറ്റും? തീർച്ചയായും. അവർക്ക് ആ വിശ്വാസത്തെ നിലനിർത്തണമെങ്കിൽ വൈദിക സംസ്കാരം നമ്മൾ ചർച്ചപ്പെടണം. വൈദിക സംസ്കാരത്തിൻ്റെതായ ചർച്ചയിലൂടെ മാത്രമേ അടുത്ത തലമുറ ഇതിലൊരു ശാസ്ത്രമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനെപ്പറ്റി തെളിയിക്കാനും പറ്റുള്ളൂ. അത് ഏറ്റെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് വൈദിക സംസ്കാരത്തിൻ്റെതായ പ്രചരണം അത്യന്താപേക്ഷിതമാണ്. ആ വൈദിക സംസ്കാരത്തിൻ്റെ വിധി അറിയുന്ന ആൾക്കാർ ഇന്ന് കട്ടിന് പുറയിലാണ്. കാരണം ഇവിടെ പൗരാണിക സംസ്കാരത്തിന് നല്ല മാർക്കറ്റാണ്. കക്കാനും പറ്റും, ശൃംഗാരമുണ്ട്, അനാശാസ്യങ്ങളുണ്ട്. അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോണത്. വൈദിക സംസ്കാരത്തിൻ്റെ പിന്നാലെ ഉള്ളവർക്ക് അതില്ല. തീർച്ചയായിട്ടും.